പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോണി ഗൂഗിൾ ടിവിയിൽ തന്നെ നിങ്ങൾക്ക് പിക്ചർ മോഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടി വിയുടെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും എൻഡിലായിട്ട് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഹോം പേജ് അടിക്കുമ്പോൾ തന്നെ അതിൽ തന്നെ സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ നമുക്ക് രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിസ്പ്ലേ ആൻഡ് സൗണ്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ 4 ഓപ്ഷൻ വരുന്നുണ്ട്. പിക്ചർ അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ സ്ക്രീൻ, അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് പിക്ചർ സെറ്റിങ്സിന് ആവശ്യമായിട്ടുള്ളത്. അതിൽ പിക്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ പിക്ചർ മോഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിവിഡ്, സ്റ്റാൻഡേർഡ്, സിനിമ, പിന്നെ ഗെയിം ഓപ്ഷൻ വരുന്നുണ്ട്. ഗെയിമിനൊക്കെയാണ് ഗെയിം ഓപ്ഷൻ, പിന്നെ ഗ്രാഫിക്സ്, പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഫോട്ടോ മോഡ്, അതായത് നമുക്ക് ഫോട്ടോ ഒക്കെ കാണുകയിൽ തന്നെ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ഇട്ട് തന്നെ യൂസ് ചെയ്യാം. പിന്നെ കസ്റ്റം മോഡ് വരുമ്പോൾ നമുക്കായിട്ട് തന്നെ നമുക്ക് പിക്ചർ മോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വിവിഡ് മോഡ്, ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് പിക്ചർ മോഡിലായിട്ട് വരുന്നത്. പിന്നെ തൊട്ടടുത്തായിട്ട് വരുന്നതാണ് ഓട്ടോ പിക്ചർ മോഡ്. അത് നമ്മൾ HDMIയുടെ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പിക്ചർ മോഡ് സെലക്ട് ആവുന്നതാണ്. അത് നമുക്ക് വേറെ വലിയ ചേഞ്ചൊന്നും വരുത്താൻ പറ്റത്തില്ല. പിന്നെ തൊട്ട് താഴെ തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ബ്രൈറ്റ്നസ് മോഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കളറിംഗ് മോഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മിനിമം ഒരു മീഡിയം കളറിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പം കൂട്ടുകയാണെങ്കിൽ തന്നെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് കയറി തന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് മോഡ്, ഇപ്പം നമുക്ക് HDMIയിൽ തന്നെ ബ്രൈറ്റ്നസ് മോഡൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതിൽ തന്നെ കോൺട്രാസ്റ്റ്, അങ്ങനെയൊക്കെ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തന്നെ പിക്ചർ മോഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ അഡ്വാൻസ്ഡ് മോഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, നിങ്ങൾക്ക് ഒരു HDMI മോഡിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ അഡ്വാൻസ് മോഡിൽ കൂടെ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് കളർ ഓപ്ഷൻ, അങ്ങനെയൊക്കെ ഒരു 4-5 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ കൂടെ കയറി തന്നെ നിങ്ങൾക്ക് ഇപ്പം പിക്ചർ മോഡൊക്കെ തന്നെ ഇപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ കളറിങ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് പോരെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മോഡിൽ കയറി തന്നെ നിങ്ങൾക്ക് പിക്ചർ സെറ്റിങ്സൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ തൊട്ട് താഴെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന റീസെറ്റ് ഓപ്ഷൻ. നിങ്ങൾക്ക് ഇപ്പം സെറ്റ് ചെയ്ത ഓപ്ഷനൊക്കെ പോരെ, ഇനിയിപ്പം വീണ്ടും നിങ്ങൾക്ക് പഴയ മോഡെനിക്ക് മതിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് റീസെറ്റ് ഓപ്ഷൻ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് പഴയൊരു പിക്ചർ മോഡ് സെറ്റിങ്സിലോട്ട് തന്നെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ റീസെറ്റ് കയറി ഫുള്ള് റീസെറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പഴയ മോഡിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഇത്രയും ഓപ്ഷൻസാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഡിസ്പ്ലേ സെറ്റിങ്സിൽ വരുന്ന ഓപ്ഷൻസ്. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.